ഹായ്, അപ്പം നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ടാണ് പിച്ചാൻ പോകുന്നത്. നല്ല താമര പോലെയാണ് ഇതിൻ്റെ കായൊക്കെ കാണാൻ. ഈ പ്രാവശ്യം അഞ്ചാറ് കായൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ടെറസിൽ കണ്ടെയ്നറിനകത്താണ് കേട്ടോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ കായൊക്കെ ഒരു പിങ്ക് ആവാൻ ഒരു 25-30 ദിവസം വേണം. ഞങ്ങൾ 2 വെറൈറ്റിയാണ് കേട്ടോ നട്ടേക്കുന്നത്. ഒന്നൊരു വൈറ്റും നട്ടിട്ടുണ്ട്, പിങ്കും നട്ടിട്ടുണ്ട്. ഒരുമിച്ചാണ് ഞങ്ങൾ നട്ടേക്കുന്നത്. അച്ഛനാണ് ഇത് പിച്ചാൻ കയറുന്നത്. ഇപ്രാവശ്യം വളരെ ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വൈറ്റിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വൈറ്റായിരുന്നു കിട്ടിയത്. അത് നല്ല വലുതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വളരെ ചെറുതായിപ്പോയി. മഴക്കാലമായതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറുതായിപ്പോയി. വേനൽക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ടെറസിലെ ചെടികളിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്നത് നമ്മളുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം പിങ്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിങ്കിന് നല്ല കളറും ഉണ്ട്, സ്വാദും ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൽ മേടിച്ച് നടുമ്പം ഒറ്റ കമ്പായിട്ട് വെക്കാതിരിക്കുക. 2-3 കമ്പ് ഒരുമിച്ച് വെച്ചാലേ ഇത് കായൊക്കെ പിടിക്കത്തുള്ളൂ.